ഹായ് ഫ്രണ്ട്സ്, ബേപ്പൂർ ഇൻ്റർനാഷണൽ കാഴ്ചകളുമായുള്ള യാത്രയാണിത്. വീഡിയോ കാണുമ്പോൾ മുമ്പോട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങളുടെ യാത്രാ കാഴ്ചകളാണ് ഞങ്ങൾ ഭംഗിയായി ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം. ബേപ്പൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് കാണാനുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള യാത്രയാണിത്. ഇന്ന് സമാപന ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ കടലുണ്ടി പുഴയുടെ അരികിൽ നിന്നാണ് വീഡിയോ എടുത്തു തുടങ്ങുന്നത്. ആ പുഴയുടെ ഭംഗിയാർന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്രയാണിത്. റോട്ടിൽ നിന്നും ഈ മനോഹരമായ കാഴ്ച ഞങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത് മതി വരാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിക്കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഇറങ്ങി. ഞങ്ങൾ ആ കാഴ്ച നേരിട്ട് കണ്ടുകൊണ്ടും ആ വെള്ളത്തിലൊന്ന് കളിച്ചുകൊണ്ടും കുറച്ചു നേരം അവിടെ സമയം കഴിച്ചു. ബോട്ടിൻ്റെ മെഷീനും അതുപോലെ ചെറിയ പണ്ടത്തെ പഴക്കം ചെന്ന ഒരു തോണിയും എല്ലാം ഞങ്ങൾ കണ്ട് ആസ്വദിച്ചു. ഭംഗിയാർന്ന കാഴ്ചകൾ പറഞ്ഞാൽ ഇത്രയധികം നമുക്ക് മനസ്സിൽ കുളിരു തോന്നുന്ന ഒരു കാഴ്ച വേറെയില്ല. അത്രയ്ക്ക് നല്ലൊരു കാഴ്ചയാണ്. പ്രകൃതി രമണീയമായ കാഴ്ചകളുണ്ടായി. വെള്ളത്തിൻ്റെ ആ ചുർക്കും ആ കളറും എല്ലാം ആകാശത്തിൻ്റെ കളറും എല്ലാം കൊണ്ടും ഭംഗിയാർന്നൊരു കാഴ്ചയായിരുന്നു അത്. ബസ് സ്റ്റാൻഡിൽ ബസ് എല്ലാം പാർക്ക് ചെയ്യുന്ന പോലെ എനിക്കൊരു സംശയമായിരുന്നു, ഈ ബോട്ടുകളെല്ലാം എവിടെയാണ് പാർക്ക് ചെയ്യുക? ആ സംശയത്തിനൊരു ആൻസറുമായിട്ടാണ് ഈ കാഴ്ച. കാരണം ഈ കായലിലാണ് എല്ലാ ബോട്ടുകളും പാർക്ക് ചെയ്യുന്നത്. ഇതും അതുപോലെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഇപ്പോൾ ടൈം ഒരു 2:30 ആയിട്ടുണ്ടാകും. ഈ ടൈമിലാണ് ഞങ്ങൾ ബേപ്പൂരിലെത്തിയത്. ബേപ്പൂരിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ബേപ്പൂരിൽ ഒരു ഭാഗം കായലും ഒരു ഭാഗം കടലുമാണ്. ബേപ്പൂരിൽ വന്ന പാടെ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ കണ്ട കാഴ്ചയാണിത്. സമാപന ദിവസമായതുകൊണ്ട് പോലീസുമാർ ആദ്യം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. സമാപന ദിവസമല്ലേ, ആളുകളില്ലാന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഉച്ച ടൈമാണ്, ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. പട്ടം പറത്തൽ കാഴ്ചയായിരുന്നു ഇത്. ഈ കാഴ്ചയും അതുപോലെ ഏറെ ഭംഗിയുള്ളതായിരുന്നു. കടലിൻ്റെ കാറ്റും വെയിലിൻ്റെ ചൂടും എല്ലാമുള്ള നമ്മുടെ കടലോര കാഴ്ചയാണിത്.
ഈ പട്ടം റോക്കറ്റ് അല്ലെങ്കിൽ വിമാനം അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു പട്ടമാണ്. ഈ പട്ടത്തിൻ്റെ ചരട് കടലിൽ നിൽക്കുന്ന ആളുടെ കയ്യിലാണ്. കടലിൽ നിന്നുകൊണ്ടാണ് ഈ പട്ടം പറത്തുന്നത്. മോന് നല്ല ആഗ്രഹമായിരുന്നു കടലിലെ വെള്ളത്തിൽ കളിക്കണം എന്നുള്ളത്. കുറച്ചു ടൈം കളിച്ചു. പിന്നെ പോലീസുമാരൊക്കെ വന്നു. കടലിലേക്ക് ഇറങ്ങാൻ പാടില്ല, കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞങ്ങൾ അവിടെ നിന്നും കയറിപ്പോന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ആളുകൾ കൂടി വന്നു. അന്ന് രാത്രി തൈക്കുടം ബ്രിഡ്ജിൻ്റെ സോങ് ഉണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കത്തിലാണ് ഇവർ. കസാലകളൊക്കെ അണിനിരത്തി. മുന്നിലുള്ള കസാലകളിൽ VIP-കളും ബേക്കിലുള്ള കസാലകൾ സാധാരണക്കാരുമാണ് ഇരുന്നിരുന്നത്. പാരഷൂട്ട് കാഴ്ചയും ഉണ്ടായിരുന്നു അവിടെ. Creation seems to be dropping down. The master youth getting all around. Listen to the fading of a pin of sound. Everyone loves so one to be found. I think I'm turning not a dad. I think I'm feeling not a man. There's one more feeling that I'm sad. I'm sad. വൈകുന്നേരമായപ്പോൾ നാവികസേനയുടെ ഹെലികോപ്റ്റർ വിക്ഷേപണം ഉണ്ടായിരുന്നു. കണ്ണുനിറയെ കണ്ടു ആസ്വദിക്കാൻ തന്നെയായിരുന്നു ബേപ്പൂർ ഇൻ്റർനാഷണൽ ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ള ഓരോ കാഴ്ചകളും. നമ്മുടെ യാത്രാ ചെലവും അതുപോലെ ഭക്ഷണ ചെലവും മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഒരു ടിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇവർ ഇവിടെ ഒരുക്കി വച്ചിട്ടുള്ളത്.
ഹെലികോപ്റ്റർ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. പക്ഷെ ആരും കസാരയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. കസാര നഷ്ടമാകുമോ എന്ന പേടിയായിരുന്നു എല്ലാവർക്കും. അത്രയും ജനങ്ങളായിരുന്നു അവിടെ ആ കാഴ്ചകളൊക്കെ കാണാൻ. ഹെലികോപ്റ്ററിന്റെ സ്പീഡാണ്. ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് മത്സരവും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ദൂരെ നിന്ന് മാത്രം കാണാൻ സാധിച്ചുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ സൂര്യാസ്തമയവും കണ്ടു. സൂര്യൻ കടലിലേക്ക് താഴ്ന്നു പോകുന്നത്.
സൂര്യൻ അസ്തമിച്ച സമയം 6:11 ആയിരുന്നു. ഇനിയും ഭംഗിയുള്ള കാഴ്ചകളുമായി പാർട്ട് 2-വിൽ ഞങ്ങൾ ബേപ്പൂരിലെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിൻ്റെ 2ാം ഭാഗം വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതുതായി കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തൈക്കുടം ബ്രിഡ്ജിൻ്റെ സോങ്ങുമായി അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.